എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണത്വ ഭ്രാന്തനെ സംബന്ധിച്ചിട്ടുള്ള വിശേഷപ്പെട്ട കഥകളാണ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നേ ദിവസം നമുക്ക് സംസാരിക്കാനുള്ളത് അദ്ദേഹം പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട് എന്നൊരു വിശ്വാസം വളരെയധികം പ്രകടമാണ്. ചരിത്രപരമായിട്ട് ചിലപ്പോൾ അതത്ര അങ്ങോട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിലും ഐതിഹ്യത്തിൽ ഈ ഒരു കഥയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ നാരായണത്വ ഭ്രാന്തൻ പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആ ക്ഷേത്രം ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ പലർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ മാത്രമല്ല, സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോലും ഉച്ച സമയത്ത് പാൽപ്പായസം കുടിക്കാനായിട്ട് എത്തുന്നൊരു സ്ഥലം എന്നുള്ള ഖ്യാതിയുള്ള സാക്ഷാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ നാരായണത്വ ഭ്രാന്തന്റെ പങ്ക് വളരെ വലുതാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ക്ഷേത്രം ഉണ്ടാവാൻ കാരണം വില്ലുമംഗലം സ്വാമിയാരാണ്. അദ്ദേഹവും ചെമ്പകശ്ശേരി രാജാവും കൂടെ വെള്ളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തോണിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു ഓടക്കുഴൽ നാദം ഒരു ദിക്കിൽ നിന്ന് കേട്ടു. അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അവിടെയാണ് അമ്പലപ്പുഴ ക്ഷേത്രം ഇന്ന് കാണുന്നതെന്നാണ്. അവിടെ 2 തന്ത്രി കുടുംബങ്ങളാണുള്ളത്. ഒരു തന്ത്രി കുടുംബത്തിൻ്റെ പേര് പുതുമന, മറ്റൊന്നിൻ്റെ പേര് കടികക്കോൽ എന്നാണ്. ഈ 2 തന്ത്രിമാരും കൂടെ ചേർന്നാണ് അവിടെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി വന്നത്. അവിടുത്തെ ഭഗവാൻ കൃഷ്ണന്റെ ഭാവം എന്ന് പറയുന്നത് വലത്തെ കൈയിൽ ചമ്മട്ടിയും ഇടത്തെ കൈയിൽ പാഞ്ചജന്യവും പിടിച്ചു നിൽക്കുന്ന പാർത്ഥസാരഥിയായിട്ടുള്ള കൃഷ്ണനെയാണ് അമ്പലപ്പുഴയിൽ ആരാധിക്കുന്നത്. അപ്പം അങ്ങനെ ഭഗവാന്റെ മനോഹരമായിട്ടുള്ള വിഗ്രഹമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു. കലശ ചടങ്ങുകളൊക്കെ തുടങ്ങി. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയി. പ്രതിഷ്ഠാസമയമായ സമയത്ത് ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കുക എപ്പോഴും അഷ്ടബന്ധം എന്ന് വിളിക്കപ്പെടുന്ന വിശേഷപ്പെട്ടൊരു വസ്തു അത് തയ്യാറാക്കിയെടുക്കും. അത് ഇടിച്ചൊക്കെയാണ് തയ്യാറാക്കുക. അത് വെച്ചിട്ടാണ് ഈ വിഗ്രഹവും പീഠവും തമ്മിൽ ഉറപ്പിക്കുക. അപ്പോൾ ഈ 2 തന്ത്രിമാരും നിരവധി തവണ ശ്രമിച്ചിട്ടും അഷ്ടബന്ധത്തിൽ വിഗ്രഹവും പീഠവും തമ്മിൽ ഉറക്കുന്നില്ല. മുഹൂർത്ത സമയം ഇങ്ങനെ കഴിയാറായിക്കൊണ്ടിരിക്കുകയാണ്. 2 പേർക്കും വലിയ ആശങ്കയായി. എന്ത് ചെയ്യും എന്ന് അവരാലോചിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മഹാശ്രേഷ്ഠനായിട്ടുള്ള നാരായണത്വ ഭ്രാന്തൻ ആ വഴി വന്നത് എന്നാണ്. അദ്ദേഹത്തോട് അവിടെയുള്ള ചില ആളുകൾ ഇത് അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ ദിവ്യത്വം അറിയാവുന്ന ആളുകൾ. അപ്പം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അവധൂത സ്വഭാവത്തിലുള്ള ആളാണ്. അദ്ദേഹം എന്താ കിട്ടുന്ന വെച്ചാൽ അത് കഴിക്കും. അങ്ങനൊരു സ്വഭാവ പ്രകൃതിയുള്ള ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം അന്നേ ദിവസം കഴിക്കാനായിട്ട് കൊണ്ടു നടന്ന മീനുണ്ടായിരുന്നു, മത്സ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അപ്പം അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഇതുമായിട്ട് കയറുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി ആ മീൻ അദ്ദേഹം പുറത്ത് വെച്ചിട്ട് നേരെ ഈ പ്രതിഷ്ഠ നടക്കുന്ന സ്ഥലത്തേക്ക് കയറിപ്പോയി. അവിടെ നോക്കിയപ്പോൾ ഈ ബ്രാഹ്മണരെല്ലാവരും കൂടെ ചേർന്ന് ഈ അഷ്ടബന്ധം അങ്ങോട്ട് ഉറപ്പിക്കാൻ നോക്കണു, ഇങ്ങോട്ട് ഉറപ്പിക്കാൻ നോക്കണു. അതിയായിട്ടുള്ള ബഹളമാണ് കണ്ടത്. അപ്പം ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ വെറ്റില മുറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. താമ്പൂലം 4 കൂട്ടി മുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഇദ്ദേഹത്തിന് ഇത് കണ്ടിട്ടെങ്കിലും ഉണ്ടായിട്ടുള്ള പ്രയാസത്തിൽ പാവം ഇവരെത്രയായി ബുദ്ധിമുട്ടണമെന്ന് കരുതിയിട്ട് അദ്ദേഹം തൻ്റെ വായിലുള്ള താമ്പൂലം അങ്ങനെ ആ വിഗ്രഹത്തിൻ്റെ പീഠത്തിലേക്ക് അങ്ങോട്ട് തുപ്പി എന്നാണ്. എന്നിട്ട് ആ വിഗ്രഹം അതിൻ്റെ മുകളിൽ വയ്ക്കാൻ പറഞ്ഞു. ആ സമയത്ത് ആ വിഗ്രഹം അങ്ങോട്ട് ഉറച്ചു. അവിടെ അഷ്ടബന്ധത്തിലല്ല, ഈ താമ്പൂലത്തിലാണ് അത്ര അത് ഉറച്ചത്, ഈ മുറുക്കി തുപ്പിയ വെറ്റിലയിൽ. അതോടുകൂടി ആ ക്ഷേത്രത്തിൻ്റെ പേര് തന്നെ ഇപ്പം ചെമ്പകശ്ശേരി രാജാവിൻ്റെ അധീനതയിലുള്ള സ്ഥലമായതുകൊണ്ട് ആ പേര് വന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ കാണുക ഈ താമ്പൂലം തുപ്പിയത് ഒരു പുഴയായിട്ട് വന്നതുകൊണ്ട് ആദ്യകാലങ്ങളിൽ താമ്പൂലപ്പുഴ എന്നും പിന്നീട് അത് ലോപിച്ച് അമ്പലപ്പുഴ എന്നായിട്ട് മാറി എന്നുമാണ് പറയുന്നത്. ചരിത്രപരമായിട്ട് ഈ കഥയ്ക്ക് ചെമ്പകശ്ശേരി രാജാവിൻ്റെയും നാരായണത്വ ഭ്രാന്തൻ്റെയും കാലഘട്ടം 2 എന്ന് അവകാശപ്പെടുന്ന ചരിത്രകാരന്മാരുണ്ട്. പക്ഷെ ഐതിഹ്യത്തിൽ ഈ ഒരു കഥയ്ക്ക്, പ്രത്യേകിച്ച് ഭക്തരുടെ മനസ്സിൽ ഈ ഒരു കഥയ്ക്ക് വലിയ സ്ഥാനമാണുള്ളത്. കാരണം ഒരു ക്ഷേത്രം പ്രതിഷ്ഠിക്കാൻ വരത്തക്കതായിട്ടുള്ള ഒരു ആചാര്യ മഹിമ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം എത്രത്തോളമായിരുന്നു എന്ന് സ്വയം നമുക്ക് ഒരിക്കൽ കൂടി ചിന്തിക്കാം. നമ്മൾ ആ കഥകളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ സാക്ഷാൽ ഭദ്രകാളി വന്ന് അനുഗ്രഹിച്ച, സാക്ഷാൽ ദുർഗാഭഗവതി വന്ന് അനുഗ്രഹിച്ച ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രം കേരളത്തിൽ ഉണ്ടാവാൻ കാരണക്കാരനായിട്ടുള്ള ആ നാരായണത്വ ആചാര്യനെയാണ് നമ്മൾ ഭ്രാന്തൻ എന്നൊക്കെ വിളിക്കുന്നത് ഒരു വിരോധാഭാസമായിട്ട് തോന്നും. അപ്പം അങ്ങനെ അദ്ദേഹം പ്രതിഷ്ഠ കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് അമ്പലപ്പുഴ ക്ഷേത്രം എന്നൊരു വിശ്വാസം ഉണ്ട്. അതൊരു ഐതിഹ്യ കഥയാണ്. പക്ഷേ അതിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ താമ്പൂലത്തിന് പോലും അത്രയും പവിത്രതയും ദിവ്യത്വം ഉണ്ടായിരുന്നു എന്നാണല്ലോ അതുകൊണ്ട് കാണിക്കണത്.
ഇല്ലെങ്കിൽ ഇത്രയും വിശേഷപ്പെട്ട വസ്തുക്കളൊക്കെ ആയിട്ടുള്ള ഈ അഷ്ടബന്ധം കൊണ്ട് പോലും ഉറപ്പിക്കാത്ത വിഗ്രഹം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ താമ്പൂലം തുപ്പിയതിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക? അതൊക്കെ ആ മഹാത്മാവിൻ്റെ ആ ദിവ്യ വൈഭവത്തെയാണ് വിളിച്ചോതുന്നത്. അത്രയധികം പാണ്ഡിത്യവും ഒരു ആചാര്യ സ്ഥാനത്തിരിക്കാനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് പാർത്ഥസാരഥിയായിട്ടുള്ള അമ്പലപ്പുഴ കണ്ണൻ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തതായിട്ടാണ് ഈ കഥയെ വിസ്തരിക്കാറുള്ളത്. എന്തായാലും അങ്ങനെ ആ ഭ്രാന്തനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ ഒരു ആരാധനാലയമാണ് ഇന്ന് ലോകം മുഴുവൻ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ളത്. ആ അമ്പലപ്പുഴ കണ്ണനെ നമുക്ക് സമ്മാനിച്ച ആ സാക്ഷാൽ നാറാണത്ത് ആചാര്യനെയും നമസ്കരിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.